ഈ പടം കണ്ടു കഴിയുമ്പോൾ നമ്മൾ പലരുടെയും ഒരു തോന്നല് ഇതെങ്ങനെ ഇവർ കൊണ്ട് തീർക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ ക്ലൈമാക്സ്, പടത്തിലുള്ളതുപോലെ ഒരു സിറ്റുവേഷൻ നമ്മുടെ റിയൽ ലൈഫിൽ ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ ആയിരിക്കും. നമ്മൾ സംസാരിക്കുന്നത് 2024 റിലീസായ ഒരു മികച്ച കോർട്ട് റൂം ഡ്രാമയെ കുറിച്ചാണ്. ജൂറർ 2. ക്ലിന്റ് ഈസ്റ്റ്വുഡ് എന്ന ഇതിഹാസ സംവിധായകൻ ഒരുക്കി നിക്കോളാസ് ഹോൾട്ട് നായകനായി വന്ന ഈ സിനിമയെ കുറിച്ചാണ് ഇന്ന്. ഒരു മർഡർ കേസിന്റെ ട്രയലിലെ ജൂറി അംഗമായിട്ട് ക്ഷണം ലഭിക്കുന്ന ജസ്റ്റിൻ കെമ്പാണ് പടത്തിലെ നായകൻ. കേസ് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും പുള്ളിക്ക് മനസ്സിലാവുകയാണ് ഇതിൽ വലിയൊരു പ്രശ്നമുണ്ട് എന്നുള്ളത്. അതെന്താണ്, എങ്ങനെ അത് സോൾവ് ആക്കാൻ പറ്റും എന്നുള്ളതാണ് സിനിമ പറയുന്നത്. നമ്മുടെ ക്ലാസിക് കോർട്ട് റൂം ഡ്രാമയില്ലേ 12 Angry Men, ആ ഒരു വൈബ് പടം തരുന്നുണ്ട്. മീൻസ് അതുപോലുള്ള ഒരു ജൂറിയാണ് മെയിൻ കഥാപരിസരം, എങ്കിലും ആ ഒരു ടൈപ്പേ അല്ല ഇത്. അതിൽ അംഗമായിട്ടുള്ള ഒരു ജൂററിന്റെ മാനസിക സംഘർഷങ്ങളാണ് പറയുന്നതെന്ന് പറയാം. ഒരു മികച്ച കോർട്ട് റൂം ഡ്രാമയാണ് ഈ പടം. സംഭവം ക്ലിന്റ് ഈസ്റ്റ്വുഡിന്റെ ഒരു ഓൾഡ് സ്കൂൾ സ്റ്റൈൽ മേക്കിംഗ് കോർട്ട് റൂം ഡ്രാമയാണെങ്കിലും നല്ല ട്വിസ്റ്റും ടെൻഷനും ഒക്കെ പടം നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. ഒട്ടും മുഷിപ്പിക്കാതെ എൻഗേജിംഗ് ആയിട്ട് പടം പോകുന്നുമുണ്ട്. എന്താകും അവസാനം ഉണ്ടാവുക എന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ കഥയിലെ ആ ഒരു മെയിൻ കോൺഫ്ലിക്റ്റ് കൊണ്ട് ക്ലൈമാക്സ് എന്തായിരിക്കും എന്നുള്ള ഒരു ആകാംക്ഷ സൃഷ്ടിച്ചെടുക്കാൻ പടത്തിന് പറ്റിയിട്ടുണ്ട്. കഥയിലെ ആ ഒരു സങ്കീർണത തന്നെയാണ് ഇതിന്റെ മെയിൻ പോസിറ്റീവായിട്ട് പറയാനുള്ളത്. പിന്നെ കഥയ്ക്ക് അനാവശ്യമായിട്ടുള്ള ഒന്നും തന്നെ പടത്തിലില്ല, സ്ട്രെയിറ്റ് ടു ദ പോയിന്റ് ആണ്. ഒപ്പം ഡീസന്റ് ആയിട്ടുള്ള പെർഫോമൻസ്, പിന്നെ ഈ നല്ല മേക്കിംഗ്, നല്ല സ്ക്രിപ്റ്റ് ഒക്കെ പടത്തിന്റെ മേന്മയാണ്. പടം കണ്ടു കഴിയുമ്പോൾ ഒരു വല്ലാത്ത ഫീൽ നമുക്കുണ്ടാവും. ആരാണ് ശരി അല്ലെങ്കിൽ എന്താണ് ശരി എന്നൊക്കെയുള്ള ചിന്ത കുറച്ചു നേരം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും. നായകൻ ജസ്റ്റിൻ കെമ്പായിട്ട് നിക്കോളാസ് ഹോൾട്ടിന്റെ വളരെ മികച്ച പെർഫോമൻസ് ആയിരുന്നു. നല്ല ഇമോഷണൽ ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടറാണ്, നല്ല പെർഫോമൻസും ആണ്. ജോലിയുടെ എത്തിക്സ്, പിന്നെ നമ്മുടെ മനസാക്ഷിയോടുള്ള ഒരു ആത്മാർത്ഥത, കുടുംബ പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് ധർമ്മ സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ക്യാരക്ടറാണ്. അത് വളരെ കൺവിൻസിംഗ് ആയിട്ട് തന്നെ നിക്കോളാസ് ഹോൾട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടോണി കൊളറ്റ് അവതരിപ്പിച്ച പ്രോസിക്യൂട്ടറിന്റെ കഥാപാത്രവും മികച്ചതാണ്. അഭിനയിച്ച എല്ലാവരുടെയും പെർഫോമൻസ് നല്ലതായിരുന്നു കേട്ടോ. ഭയങ്കര ടെക്നിക്കലി ടോപ്പ് നോച്ച് അങ്ങനത്തെ പടമൊന്നുമല്ല, വളരെ നോർമൽ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ടെക്നിക്കൽ സൈഡിലും ക്യാമറ ആണെങ്കിലും എഡിറ്റിംഗ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നും നമ്മളെ എക്സ്ട്രാ ഓർഡിനറി എന്നൊന്നും ഫീൽ തരുന്നില്ല. ആ സീൻ ഗംഭീരമായിരുന്നു അല്ലെങ്കിൽ അവിടുത്തെ സ്കോർ പൊളിയായിരുന്നു, അങ്ങനെ എടുത്ത് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ക്യാമറയും എഡിറ്റിങ്ങും ഇതിന്റെ ബാക്കി എല്ലാ ടെക്നിക്കൽ സൈഡും ഒന്നും നമ്മളെ ബാധിക്കാത്ത വിധത്തിൽ നമ്മൾ പടത്തിന്റെ കഥയിൽ മുഴുകിയിരിക്കുകയാണ്. അത് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറുടെ വർക്കിംഗ് സ്റ്റൈൽ കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്ലിന്റ് ഈസ്റ്റ്വുഡ് തന്റെ 95ാമത്തെ വയസ്സിലാണ് ഈ പടം ഡയറക്ട് ചെയ്തിരിക്കുന്നത്. പലരും ഇത് അദ്ദേഹത്തിന്റെ അവസാനത്തെ പടമാണെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. പുള്ളിക്ക് ഇനി ആരോഗ്യം ഉണ്ടെങ്കിൽ പുള്ളി വീണ്ടും അടുത്ത പടവുമായിട്ട് വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതൊരു മികച്ച ഒരു പാഷനേറ്റ് ഫിലിം മേക്കറിന്റെ ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹം എന്നതുകൊണ്ടാണെന്ന് പറയാം. പടത്തിന്റെ സഹനിർമ്മാണവും അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. എനിക്ക് വലിയ നെഗറ്റീവ്സ് ഒന്നും പടത്തിൽ ഫീൽ ചെയ്തേ ഇല്ല എന്നുള്ളതാണ്. എനിക്ക് പേഴ്സണലി പടം ഇഷ്ടപ്പെട്ടു. ഐ എം സാറ്റിസ്ഫൈഡ്. സോ ആകമൊത്തം ടോട്ടലിൽ ഒരു നല്ല സിനിമ, വർത്ത് വാച്ച് എന്ന് തന്നെ പറയാം. ഇന്റൻസ് ആയിട്ടുള്ള കോർട്ട് റൂം ഡ്രാമാസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ് ഈ സിനിമ ജൂറർ 2. പടം ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഹോട്ട്സ്റ്റാറിലാണ് കണ്ടത്. 1 മണിക്കൂർ 53 മിനിറ്റാണ് സിനിമയുടെ റൺ ടൈം. ഇംഗ്ലീഷ് മാത്രമേ നിലവിലുള്ളൂ, ഡബ്ബിംഗ് ഒന്നുമില്ല. മലയാളം, തമിഴ്, ഹിന്ദി അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയെന്നാ.